ഡ്രൈ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്നോ ഒരു ഫാർമസിയിൽ നിന്നോ നിങ്ങൾക്ക് തന്നെ എങ്ങനെ പിക്ക് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്കിൻ ടൈപ്പ് ഡ്രൈ ആണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് ഇപ്പോഴും സംശയമുണ്ടെങ്കിൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് എങ്ങനെ മനസ്സിലാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നിങ്ങളുടെ മുഖം ഒരു സോപ്പ് ഫ്രീ ക്ലെൻസർ വെച്ചിട്ട് നന്നായിട്ട് കഴുകുക. ഈ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സ്കിന്നിൽ വേറെ പ്രൊഡക്ട്സോ അല്ലെങ്കിൽ മോയ്സ്ചറൈസേഴ്സോ ക്രീംസോ ഒന്നും തന്നെ അപ്ലൈ ചെയ്യാൻ പാടില്ല. വെയിറ്റ് ചെയ്തതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു ബ്ലോട്ടിംഗ് പേപ്പറോ ഈവൻ നിങ്ങളുടെ വിരലുകൾ വെച്ച് പോലും നിങ്ങളുടെ സ്കിന്ന് തൊട്ട് നോക്കിയാൽ വല്ലാതെ വലിഞ്ഞിരിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ വെള്ളപ്പാടുകൾ വീഴുന്ന പോലെയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാനും കാണാനും പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഡ്രൈ ആണെന്ന് മനസ്സിലാക്കാം. ഡ്രൈ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ബേസിക് സ്കിൻ കെയർ സ്റ്റെപ്സിൽ വരുന്ന കുറച്ച് പ്രോഡക്ട്സ്, അതായത് ക്ലെൻസേഴ്സ് അഥവാ ഫേസ് വാഷ്, സീറം, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ഇനി ബോഡിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ബോഡി സോപ്പ്, ഇത്രയും സാധനങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ സെലക്ട് ചെയ്യാം, അതിൽ എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് ക്ലെൻസേഴ്സിനെ കുറിച്ച് സംസാരിക്കാം. ക്ലെൻസേഴ്സ് അഥവാ ഫേസ് വാഷസ് ഡ്രൈ സ്കിന്നിന് സ്യൂട്ടബിൾ ആവുക എപ്പോഴും ഒരു സോപ്പ് ഫ്രീ ക്ലെൻസർ ആയിരിക്കും. സോപ്പ് ഫ്രീ ക്ലെൻസറിൻ്റെ കോമ്പോസിഷൻ എന്താണെന്ന് ഞാനിവിടെ പറയാം. സെറ്റൈൽ ആൽക്കഹോൾ, സ്റ്റെറൈൽ ആൽക്കഹോൾ, പ്രൊപ്പിലീൻ ഗ്ലൈക്കോൾ, ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് സാധാരണ ഒരു സോപ്പ് ഫ്രീ ക്ലെൻസറിൽ കാണാറുള്ളത്. ഈ ഇൻഗ്രീഡിയൻസ് ഡ്രൈനെസ് പ്രിവെൻറ്റ് ചെയ്യാനും അതുപോലെ സ്കിന്നിനെ ഒന്ന് സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആക്കാനും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ഇതിൽ സോപ്പിൻ്റെ അംശം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് സ്കിന്നിനെ കൂടുതൽ ഡ്രൈ ആക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. നിങ്ങൾക്ക് വളരെ ഡ്രൈ ആൻഡ് സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ നിങ്ങളൊരു ബോഡി സോപ്പ് സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുക എന്ന് നമുക്ക് നോക്കാം. കൊളോയിഡൽ ഓട്ട് മീൽ, കോക്കനട്ട് ഓയിൽ, ഷിയ ബട്ടർ, കൊക്കോ ബട്ടർ, പാൽമെറ്റിക് ആസിഡ്, ഗ്ലിസറിൻ, സ്റ്റെറിക് ആസിഡ്, പാന്തനോൾ, ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉള്ള ഒരു ബോഡി സോപ്പ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയാൽ നിങ്ങളുടെ സ്കിന്നിലെ ഹൈഡ്രേഷനും മോയ്സ്ചറൈസേഷനും ഇലാസ്റ്റിസിറ്റിയും ഒന്നും നഷ്ടപ്പെടുത്താതെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. നിങ്ങളുടെ സ്കിന്ന് വല്ലാതെ ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ കുളിക്കുന്ന വെള്ളത്തിൽ 1 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തതായി സീറംസിൽ നിങ്ങൾക്കൊരു വൈറ്റമിൻ സി സീറം യൂസ് ചെയ്യാവുന്നതാണ്. വൈറ്റമിൻ സി ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അത് നിങ്ങളുടെ സ്കിന്നിന് അപ്ലൈ ചെയ്താൽ സ്കിൻ ബ്രൈറ്റനിങ്ങിനും പിഗ്മെന്റേഷൻ പ്രിവെന്റ് ചെയ്യാനും അത് നിങ്ങളെ സഹായിക്കും. പിന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സീറം ഹൈലുറോണിക് ആസിഡ് സീറമാണ്. ഹൈലുറോണിക് ആസിഡ് സീറം നിങ്ങളുടെ സ്കിന്നിനെ പ്ലംപി ആക്കാനും ഹൈഡ്രേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അടുത്തതായി മോയ്സ്ചറൈസേഴ്സിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ലിക്വിഡ് പാരഫിൻ, സെറ്റൈൽ ആൽക്കഹോൾ, ബെൻസൈൽ ആൽക്കഹോൾ, പ്രൊപ്പിലിൻ ഗ്ലൈക്കോൾ, ഗ്ലിസറിൻ, ഷിയ ബട്ടർ, കൊക്കോ ബട്ടർ, ഹൈലുറോണിക് ആസിഡ്, സെറമൈഡ്സ്, ഡി പാന്തനോൾ, ലെനലിൻ ഓയിൽ, സാന്തൻ ഗം, സ്ക്വാലൈൻ. ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഡ്രൈ സ്കിന്നുള്ളവർക്ക് യൂസ് ചെയ്യാനുള്ള മോയ്സ്ചറൈസേഴ്സിൽ സാധാരണ കാണാറുള്ളത്. പിന്നെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം, ഈ മോയ്സ്ചറൈസർ നോൺ കൊമിഡോജനിക് ആണോ എന്നാണ്. ചില ആളുകൾ മോയ്സ്ചറൈസേഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിമ്പിൾ വരുന്നു എന്നുള്ളൊരു കാര്യം പറയാറുണ്ട്. മോയ്സ്ചറൈസറിൻ്റെ മേലെ നോൺ കൊമിഡോജനിക് എന്ന് എഴുതിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ പ്രത്യേകം ചെക്ക് ചെയ്യണം. ഇപ്പം നമ്മൾ ഒരുപാട് ആൽക്കഹോൾ ബേസ്ഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ പേരുകൾ പറഞ്ഞു. പക്ഷേ പലപ്പോഴും ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് സ്കിൻ കെയറിൽ യൂസ് ചെയ്യേണ്ടതെന്ന് പറയാറുണ്ട്. അതിന് കാരണം ഇതാണ്, സ്കിന്നിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആൽക്കഹോൾസും സ്കിന്നിന് ഹാംഫുൾ ആയിട്ടുള്ള ആൽക്കഹോൾസും സ്കിൻ കെയർ പ്രൊഡക്ട്സിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ പറയുന്ന സെറ്റൈൽ ആൽക്കഹോളും സ്റ്റെറൈൽ ആൽക്കഹോളും പ്രൊപ്പിലിൻ ഗ്ലൈക്കോളും ഇതെല്ലാം സ്കിന്നിന് ഹെൽപ്ഫുൾ ആയിട്ട് വരുന്ന ആൽക്കഹോൾ ഗ്രൂപ്പിൽ പെടുന്നതാണ്. ഇനി ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു പ്രൊഡക്റ്റ് സൺസ്ക്രീൻ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഒരു ക്രീം ബേസ്ഡ് സൺസ്ക്രീൻ ആണോ എന്നുള്ളത് നിങ്ങൾ നോക്കണം. അതിൽ SPF 30 തൊട്ട് 50 വരെ നിങ്ങൾക്ക് പിക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഏത് ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിലും ഈ പറയുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഈ പ്രൊഡക്ട്സിൽ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റിയാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് തന്നെ ഡ്രൈ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഡ്രൈ സ്കിന്നുള്ള ആളുകൾ സാധാരണ ചെയ്യാറുള്ള 13 സ്കിൻ കെയർ മിസ്റ്റേക്കിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോയുടെ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്.